ഹലോ, ഞാൻ ഈ പുതിയൊരു വ്ളോഗായിട്ട് വന്നിരിക്കുകയാണ്. ഇപ്പം ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ശനിയാഴ്ച രാത്രി ഒരു 11:15 ഒക്കെ ആവാറാകുമ്പോഴാണ് കേട്ടോ. നാളെ നമുക്ക് ചെറിയൊരു ഫങ്ഷൻ ഉണ്ട്, ഒരു കല്യാണ പരിപാടി ഉണ്ട്. നാളെ ക്ലാസ്സുള്ള ദിവസം കൂടിയാണ്. അപ്പോൾ നമ്മുടെ വെക്കേഷൻ ക്ലാസ്സൊക്കെ കഴിഞ്ഞു, നോർമൽ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു. വെസ്റ്റേൺ ക്ലാസ്സൊക്കെ വൈകിട്ട സമയങ്ങളിലാണ് ഇപ്പോൾ. പിന്നെ ഫ്ലിപ്പിൻ്റെ ക്ലാസ് ശനി ഞായറത്തേക്ക് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നാളെ ക്ലാസ്സുള്ള ദിവസമാണ്. കല്യാണത്തിൻ്റെ ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നിട്ട് നമുക്ക് ക്ലാസ്സിലേക്ക് വരണം. അപ്പോൾ നാളത്തെ ഒരു വ്ളോഗും കാര്യങ്ങളൊക്കെയാണ് പുതിയ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. ചാനൽ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ട് വെച്ചെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പൊതുവെ എനിക്ക് വ്യൂസും ലൈക്കും ഒക്കെ കുറവാണ് കേട്ടോ. ഒരുപക്ഷെ എൻ്റെ സംസാര ശൈലിയോ അല്ലെങ്കിൽ വീഡിയോ എഡിറ്റിങ് അതൊന്നും ഇഷ്ടപ്പെടാതെ ആയിരിക്കാം വ്യൂസും കാര്യങ്ങളൊക്കെ വളരെ കുറവാണ്. ഞാൻ എൻ്റെ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് കൊണ്ടു നടക്കുന്ന ഒരു ചാനലാണ്. ഇന്നല്ലെങ്കിൽ നാളെ ശരിയാവും, സെറ്റാവും എന്ന് വിചാരിച്ചിട്ട് പറ്റുന്നവരൊക്കെ ഇഷ്ടപ്പെടുന്നവരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നാളത്തെ കല്യാണം കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മുടെ വ്ളോഗിലുള്ള വിശേഷങ്ങൾ. അപ്പോൾ ഞാൻ ഉറങ്ങാൻ പോവാണ്. അപ്പോൾ നാളത്തെ വ്ളോഗും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം. ഗുഡ് നൈറ്റ് ഗായ്സ്. ഹലോ ഗായ്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ഞാൻ കാലത്തെ കുറച്ച് പണികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തീരാറായി കേട്ടോ, കുറച്ച് പണികളും കൂടി ബാക്കിയുള്ളൂ. അപ്പോൾ നേരത്തെ പോകണം. അപ്പോൾ ഞാൻ എന്തൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കണതെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. അങ്ങനെ അരി അടുപ്പത്ത് ഇട്ടിട്ടുണ്ട്. പിന്നെ ഉരുളൻകിഴങ്ങ് വറുത്തുകൊണ്ടിരിക്കുകയാണ്. അത് ചെറിയൊരു മസാല പോലെ ആക്കാനാണ് കേട്ടോ. നമ്മൾ കല്യാണത്തിന് ഫുഡ് കഴിക്കാനൊന്നും നിൽക്കുന്നില്ല. അപ്പോൾ ക്ലാസ്സിലേക്ക് ഉച്ചയ്ക്കുള്ള കാലത്തുള്ള ഫുഡ് കൊണ്ടുപോകണം. ഇത്ര നേരത്തെ പോവല്ലേ, അപ്പോൾ കാലത്തേക്കുള്ള ഫുഡ് നമ്മൾ കൊണ്ടുപോകണം. അപ്പോൾ അതിന് വേണ്ടി സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞാൻ ബെന്ന് പൊരിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് എടുക്കാമെന്ന് വെച്ചിട്ട് കുറച്ച് ഉരുളൻകിഴങ്ങ് കൂടുതൽ വറുത്തിട്ടുണ്ട്. പിന്നെ സാധാരണ ഞാൻ ബ്രെഡാണ് വാങ്ങിക്കുന്നത്. പക്ഷേ ബ്രെഡ് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒരുപാടുണ്ടാവും. പിന്നെ നമുക്കത് ഒരുമിച്ച് കഴിച്ച് തീർക്കാൻ പറ്റില്ല. ഭക്ഷണം കുറച്ച് കുറയ്ക്കാന്നുള്ള രീതിയിൽ. അപ്പോൾ ഞാൻ ബെന്നാണ് കേട്ടോ മേടിച്ചത്. പിന്നെ അമ്മ ഒട്ടും പ്രതീക്ഷിക്കാണ്ട് പത്തിരിയും ചിക്കൻ കറിയും കാലത്ത് കൊണ്ടുവന്ന് തന്നു. അപ്പോൾ ഡയറ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നടക്കുകയാണ്. എനിക്ക് ഒരുപാട് എക്സസൈസ് ഒന്നും ചെയ്യാൻ പറ്റാത്ത കാരണം കൊണ്ട് വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി ഫുഡ് കുറയ്ക്കുക എന്നുള്ളൊരു സംഭവം മാത്രമേ ഉള്ളൂ. അമ്മ കാലത്ത് നേരത്തെ എണീറ്റിട്ടുണ്ട് കേട്ടോ. അവരെന്നും കാലത്ത് 4 മണിക്ക് എണീക്കും. അവർക്ക് 6 മണിക്ക് ജോലിക്ക് പോകേണ്ട കാരണം കൊണ്ട്. അപ്പം ഞാൻ നേരത്തെ എണീക്കാറില്ല. അത്ര 4:30-ക്കൊന്നും ഞാൻ എണീക്കാറില്ല. ചിലപ്പോൾ 6 മണിക്ക് 6:30-ക്കൊക്കെ എണീക്കാറ്. അപ്പോൾ ഞാൻ നേരത്തെ എണീറ്റപ്പോൾ അമ്മ ലൈറ്റൊക്കെ ഇട്ട് തന്നിട്ടുണ്ട്. അങ്ങനെ പണികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ നേരെ നമ്മുടെ മങ്ങാട് പള്ളിയിലേക്കാണ് പോയത്. അവിടെ കൂട് തുറക്കാന്ന് പറഞ്ഞിട്ട് ഞായറാഴ്ച ഒരു വഴിപാടുണ്ട്. അപ്പോൾ അത് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങോട്ട് പോയി. എന്നാൽ അതൊക്കെ കഴിച്ച് വന്ന് നേരെ ക്ലാസ്സിലേക്ക് വന്നു. അപ്പോൾ ഞാൻ വരുമ്പോൾ മുല്ലപ്പൂവൊക്കെ വാങ്ങിച്ചായിരുന്നു. പക്ഷെ അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. പെട്ടെന്ന് ചെന്ന് വാങ്ങിച്ച് പോരാൻ ഉണ്ടായത്. അപ്പോൾ നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ, നമ്മുടെ എൻ്റെ ശങ്കരേട്ടൻ്റെ ഒരു സുഹൃത്തിൻ്റെ കല്യാണമാണ്, വിഷ്ണുവിൻ്റെ കല്യാണമാണ്. ഞാൻ എൻ്റെ മുന്നത്തെ വ്ളോഗിലൊക്കെ അവനെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അവൻ്റെ കല്യാണത്തിന് വേണ്ടി പോവാണ് ഞങ്ങൾ. അപ്പോൾ മതി കണ്ണാടിയുടെ മുമ്പിൽ നിന്നിട്ട് ഷോ കാണിച്ചത്, ഒന്ന് അമ്പലത്തിലേക്ക് വരുമോ എന്ന് ചോദിക്കാൻ കേട്ടോ. അങ്ങനെ ഞങ്ങൾ നേരെ തൊട്ടടുത്തുള്ള അമ്പലം തന്നെയാണ് കൈക്കുളങ്ങര, കടങ്ങോട് കൈക്കുളങ്ങര അമ്പലമാണ്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ അങ്ങോട്ട് ചെന്നു. അപ്പോൾ ദേ കല്യാണ ചെറുക്കൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ട്. വേറൊരു തൊട്ടടുത്ത വണ്ടിയിൽ തന്നെ കല്യാണപ്പെണ്ണും വന്നായിരുന്നു. അപ്പോൾ ഞങ്ങൾ നേരെ അമ്പലത്തിൻ്റെ അവിടേക്ക് നടക്കാനുണ്ടായത്. അങ്ങനെ ഇതാ നമ്മുടെ കല്യാണച്ചെറുക്കനും പെണ്ണൊക്കെ റെഡിയാണ്. ഇനി അമ്പലത്തിൽ പോയിട്ട് കല്യാണം കാണേ വേണ്ടു. ഞാൻ ഒരുപാട് വർഷത്തിന് ശേഷമാണ് കേട്ടോ ഒരു കല്യാണത്തിന് പങ്കെടുക്കുന്നത്. നമ്മുടെ നാട്ടിൽ തന്നെ ഞാൻ ആരായിട്ട് അങ്ങനെ മിങ്കിളിംഗ് ഒന്നും ഇല്ല. പിന്നെ മാത്രമല്ല ആരും എൻ്റെ അടുത്ത് ഒരു ഫംഗ്ഷനോ കാര്യങ്ങളൊന്നും പറയാറുമില്ല. അപ്പോൾ അത് കാരണം കൊണ്ട് നമ്മുടെ ഇതുപോലെ ഫ്രണ്ട്സൊക്കെ ഉണ്ടെച്ചെങ്കിലാണ് അവരെ കല്യാണത്തിനൊക്കെ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ വിഷ്ണുവിൻ്റെ കല്യാണമാണ്. പിന്നെ ഇനിയുള്ളത് നമ്മുടെ മഹേഷിൻ്റെ കല്യാണമാണ്. അത് നമുക്ക് കൊല്ലത്തേക്ക് പോകണം കല്യാണത്തിന്. അതേ കല്യാണ ചെറുക്കൻ അവിടെ റെഡിയാണ് കേട്ടോ.
അങ്ങനെ നമ്മുടെ വിഷ്ണു വെഡ്സ് ആർദ്ര കല്യാണം കഴിഞ്ഞിരിക്കുകയാണ് സുഹൃത്തുക്കളെ. വളരെ സന്തോഷമുണ്ട് കേട്ടോ. അങ്ങനെ ഞാനും നമ്മുടെ ക്ലാസ്സിൻ്റെ ടൈമായപ്പോൾ അവിടെ നിന്ന് പോന്നു. അവർ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കിലായിരുന്നു. അവരുടെ അടുത്ത് പറയാനൊന്നും പറ്റിയില്ല. അങ്ങനെ കല്യാണമൊക്കെ നല്ല ഭംഗിയായിട്ട് കഴിഞ്ഞു. ഞാൻ അവിടെ ക്ലാസ്സിലെത്തിയിട്ടോ. രാവിലെ 10 മണിക്ക് ക്ലാസിക്കലിൻ്റെ ക്ലാസ് ഉണ്ട്. അപ്പോൾ അവരവിടെ കല്യാണ ചെക്കന് പെണ്ണൊക്കെ ഫോട്ടോഷൂട്ടൊക്കെ ആയിട്ട് ഭയങ്കര തിരക്കിലാണ്. അവർ അമ്പലത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല. അപ്പോൾ ഞാൻ അവിടെ പറഞ്ഞിട്ട് പോന്നു ക്ലാസ്സിലേക്ക് വരേണ്ട കാര്യമുണ്ട്. ശങ്കരേട്ടൻ അവിടെ നിൽക്കുന്നുണ്ട്, അവരെ കണ്ടിട്ടേ വരുള്ളൂ. അപ്പോൾ ഒരാളെങ്കിലും ഒരു ക്ലാസ്സിലേക്ക് വരണ്ടേ. അപ്പോൾ ഞാനിങ്ങോട്ട് പോകുന്നതാണ് കേട്ടോ. പിന്നെ നമുക്ക് ഉച്ചയ്ക്ക് ശേഷം ഇവിടെ ക്ലാസ് ഉണ്ട്. അപ്പോൾ ഇനി ക്ലാസ്സും കാര്യങ്ങളും വിശേഷങ്ങളൊക്കെ കാണാം. ഭംഗിയുണ്ടോ? കാണാൻ ഭംഗിയുണ്ടോ? സൂപ്പറാണോ? മാനസ്വിക്കുട്ടിയാണോ സൂപ്പർ, ചേച്ചിയാണോ സൂപ്പർ? ആരാ പറയൂ? ചേച്ചിയോ? അച്ചോടാ, മാനസ്വിക്കുട്ടി സൂപ്പറാട്ടോ. ഓക്കെ, ഗുഡ് ഗേൾ ആയിട്ട് ക്ലാസ്സിൽ നിൽക്കൂലേ? ഗുഡ് ഗേൾ അല്ലേ? പഠിച്ചില്ലേ? ഓക്കേ. അപ്പോൾ മാനസ്വിക്കുട്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് നേരം അവളുടെ അടുത്ത് വർത്തമാനം പറഞ്ഞിട്ട് അങ്ങനെ ഇരുന്നതാണ് കേട്ടോ. അപ്പോഴത്തേനും ടീച്ചേഴ്സ് വന്നു. പിന്നെ 2 പുതിയ അഡ്മിഷൻ ഉണ്ടായിരുന്നു. വേണി ടീച്ചറിൻ്റെ റിലേറ്റീവ്സ് തന്നെയായിരുന്നു കേട്ടോ കുട്ടികൾ. അപ്പോൾ അവർ ദക്ഷിണൊക്കെ വെച്ച് ക്ലാസ് തുടങ്ങുകയാണ്. നമുക്ക് സൺഡേയിൽ ക്ലാസ് സ്കൂൾ തുറന്നിട്ടുണ്ടായിരുന്നില്ല. കാരണം ക്രിസ്ത്യൻ കുട്ടി ഉണ്ടായിരുന്നു ഒരാൾ, അവർക്ക് സൺഡേ ക്ലാസ് ഉണ്ടാവുമല്ലോ. പക്ഷെ ആ കുട്ടി നിർത്തിയിട്ട് പോയി. അവൾക്ക് ക്ലാസ്സും പിന്നെ വൈകിട്ട് ട്യൂഷനും ഒക്കെ കൂടിയിട്ട് സെറ്റ് ആവണില്ല എന്ന് പറഞ്ഞിട്ട്.
അപ്പോൾ നമുക്ക് മാനസവിക്കുട്ടി ശരിക്കും ഒറ്റയ്ക്കായതായിരുന്നു. അപ്പോൾ പുതിയൊരു അഡ്മിഷനും കൂടി വന്നപ്പോൾ അവൾക്ക് 2 കുട്ടികളെ കൂടി കൂട്ടുകാരായിട്ട് കിട്ടി. അങ്ങനെ നമ്മൾ സൺഡേകളിൽ ഇപ്പോൾ ഇല്ലല്ലോ, സൺഡേ ക്ലാസ്സുള്ള കുട്ടികളില്ലാത്ത പക്ഷെ നമ്മൾ സൺഡേകളിൽ ക്ലാസ് വെച്ചതാണ്. പിന്നെ ബാക്കിയുള്ള ദിവസങ്ങളിൽ ഒഴിവനുസരിച്ച് ഇങ്ങനെ ക്ലാസ് കയറ്റിയെടുത്തുകൊണ്ടിരിക്കും. അങ്ങനെ അവർ ഇതേ ദക്ഷിണയൊക്കെ വെച്ചു പ്രാർത്ഥിച്ചു. അങ്ങനെ അവർ എക്സസൈസും കാര്യങ്ങളൊക്കെ തുടങ്ങുകയാണ്. അപ്പോൾ മാനസ്വി കുട്ടി അവരുടെ കൂടെ ഒന്ന് സെറ്റായിട്ട് വരാനുണ്ടായിരുന്നു. പക്ഷെ ക്ലാസ് അവസാനിക്കുന്നതിന് മുന്നേ തന്നെ അവർ നല്ല രീതിയിൽ കൂട്ടായി ഒരുമിച്ചിരുന്ന് കളിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ എക്സസൈസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, അവർക്ക് ക്ലാസ് തുടങ്ങി. അങ്ങനെ കല്യാണ ഫംഗ്ഷനൊക്കെ കഴിഞ്ഞിട്ട് ഒരാളെത്തിയിട്ടുണ്ട്. ഫോണിൽ തന്നെ കമിഴ്ന്ന് കിടന്നിട്ട് ഏതോ ഗ്രൂപ്പിലൊക്കെ മെസ്സേജൊക്കെ വായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് അങ്ങനെ ക്ലാസിക്കിൻ്റെ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് അവർ പോയി. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കായിരുന്നു കേട്ടോ. അപ്പോൾ വിഭവ സമൃദ്ധമാണ്, ഡയറ്റാണ്, പക്ഷേ വിഭവ സമൃദ്ധമായിട്ടുള്ള ഫുഡായിരുന്നു. ശങ്കരേട്ടൻ വരുമ്പോൾ പുട്ടും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ തീരുമാനമായി. അപ്പോൾ ഒന്ന് അർമാദിച്ച് ഫുഡ് കഴിക്കുക എന്നുള്ള രീതിയിൽ തന്നെ നല്ല രീതിയിൽ ഫുഡ് കഴിച്ചു. ഇതൊക്കെ മുന്നിലിരിക്കുമ്പോൾ പിന്നെ കഴിക്കാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഡയറ്റൊക്കെ അങ്ങോട്ട് മറന്നു. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇതായിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ഒക്കെ ആയിട്ട് വരുന്നത് വരെ ബൈ ഗായ്സ്.